ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അജ്മൽ. നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുക്കുന്നത് ഞാനാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. +1 പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതിൽ പഠിച്ച കാര്യങ്ങളല്ല ഇവിടെ പഠിക്കുന്നത്. എന്നാൽ മുന്നേ +1 പഠിച്ച ചില കാര്യങ്ങൾ ഇതിലുണ്ട് താനും. അപ്പോൾ നമുക്ക് ഇതിൽ 5 ചാപ്റ്റേഴ്സാണുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അതിലെ ഒന്നാമത്തെ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഓൾറെഡി നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ 2ഉം 3ഉം ചാപ്റ്ററുകളിലായിട്ട് ഇഷ്യൂ ഓഫ് ഷെയർസും ഇഷ്യൂ ഓഫ് ഡിബഞ്ചറും ഉണ്ട്. അത് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണ് കൊമേഴ്സ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ബുക്ക് +2 പഠിച്ചിട്ടുണ്ടാവും. ആ AFSൽ നിങ്ങൾ ഇഷ്യൂ ഓഫ് ഷെയർസും ഇഷ്യൂ ഓഫ് ഡിബഞ്ചറും ഓൾറെഡി പഠിച്ചിട്ടുള്ള 2 ചാപ്റ്ററുകളാണ്. പിന്നെ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്ററുകൾ നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ളതാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും ഇതേപോലെ AFSൽ +2 പ്രൈവറ്റായി പഠിച്ചവർ പഠിച്ചിട്ടുണ്ടാവും. പ്രൈവറ്റുകാർക്കാണ് AFS പഠിക്കാനുണ്ടാവുള്ളൂ. ഗവൺമെൻറ് സ്കൂളിൽ കൊമേഴ്സ് എടുത്തവർക്ക് AFS ഉണ്ടാവില്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണല്ലോ വരാറ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ഓൾറെഡി നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. നമ്മൾ +1 പഠിച്ച ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡബിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ടതായിരുന്നു. നമ്മളതിൽ എല്ലാ ട്രാൻസാക്ഷൻസും ജേണൽ വഴിയും, അത് കഴിഞ്ഞ് ലെഡ്ജറിലേക്ക്, അത് കഴിഞ്ഞ് ട്രയൽ ബാലൻസിലേക്ക്, അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റിലേക്കൊക്കെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിരുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്? ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സുകളായിട്ട് നമ്മൾ എഴുതും. അതിൽ ഒന്നാമത്തെ ആസ്പെക്റ്റിനെ ഡെബിറ്റ് ആസ്പെക്റ്റ് എന്നും 2ാമത്തെ ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്നും ആയിട്ടാണ് എഴുതുക. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനെ ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. ഇവിടെ ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്ട്സുകളായിട്ടൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. എല്ലാ എൻട്രികളും ഒരൊറ്റ ആസ്പെക്ട്സ് ആയിട്ടേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സ്മോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്സ്, അതിൽ ചെറിയ പാർട്ട്ണർഷിപ്പ് ഫേമൊക്കെ ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങൊക്കെ യൂസ് ചെയ്യുന്നത് അവർക്ക് നല്ല എക്സ്പെൻസീവാണ്, കൂടുതൽ എഫേർട്ടൊക്കെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ബിസിനസ് നടത്തുന്നവർക്ക്, ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ 2ഓ അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന ചെറിയ ഒരു ബിസിനസ്സൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരാൾ അക്കൗണ്ടൻ്റായി നിർത്തേണ്ടി വരും. അതിൽ കൂടുതൽ എഫേർട്ടും കൂടുതൽ മണിയൊക്കെ അവർ അതിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സിമ്പിൾ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാറാന്നൊക്കെ മനസ്സിലായി അല്ലേ? സ്മോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ അതിൽ സ്മോൾ പാർട്ട്ണർഷിപ്പ് ഫേമൊക്കെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ സ്ട്രിക്റ്റ് റൂള് ഫോളോ ചെയ്യാതെ വെറും ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ടും മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക 2 കാര്യങ്ങളാണെന്ന് പ്രത്യേകം പറഞ്ഞു. എന്തൊക്കെയാണ്? ക്യാഷ് ബുക്കും അതേപോലെ പേഴ്സണൽ അക്കൗണ്ട്സും. ക്യാഷ് ബുക്ക് എന്തിനായിരിക്കും? എത്ര ക്യാഷ് വന്നു, എത്ര ക്യാഷ് പോയി എന്ന് പറയാം. പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ബിസിനസ്സിലേക്ക് ആർക്കൊക്കെ ക്യാഷ് തരാനുണ്ട്, ആർക്കാണ് ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ളത്, ആ വ്യക്തികളുടെ ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, അവരെയാണ് പേഴ്സണൽ അക്കൗണ്ട്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ അക്കൗണ്ടും ഒരു ക്യാഷ് അക്കൗണ്ടും മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ.
അത്തരം സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടിയും പറയാം, അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നുകൂടി അതിന് പറയുന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു കൊഹ്ലറിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഇൻ വിച്ച് ആസ് എ റൂൾ ഓൺലി റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ്. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ്, ഡബിൾ എൻട്രി, വാരിങ് വിത്ത് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഇതൊരു സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് മാത്രമാണ്. ഓൺലി എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ? ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ റൂള് മാത്രം ഫോളോ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് കൊഹ്ലർ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ട്. ഇത് എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. കാരണം ഡബിൾ എൻട്രി വന്നാലാണ് ഒരു ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഓരോ ട്രാൻസാക്ഷൻ ഡെബിറ്റ് ഉണ്ടെങ്കിൽ മറ്റേ സൈഡിൽ എന്തുണ്ടാവും? ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കംപ്ലീറ്റഡ് ട്രാൻസാക്ഷൻ ആണെന്ന് പറയാം. പക്ഷേ സിംഗിൾ എൻട്രി എന്താണ്? ഇറ്റ്സ് എൻ ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി വാരിയിങ് വിത്ത് സർക്കംസ്റ്റാൻസസ്. ഇത് സോൾ പ്രൊപ്രൈറ്ററുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സോൾ പ്രൊപ്രൈറ്റർ എന്ത് ചെയ്യും? അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തും. ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ അതിന് ഫോളോ ചെയ്യുന്ന സ്ട്രിക്റ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അസംഷൻസ് ഉണ്ട് ആൻഡ് കൺവെൻഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾ, അസംഷൻ ആൻഡ് കൺവെൻഷൻ. ഈ 3 റൂള് പ്രകാരമാണ് ഡബിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണ് ഡബിൾ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സിംഗിൾ എൻട്രി അങ്ങനെയൊന്നല്ല. വേരിയസ് സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. പേഴ്സണൽ ആൻഡ് ക്യാഷ് അക്കൗണ്ട്സ് ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. സാധാ സ്മോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, സ്മോൾ പാർട്ണർഷിപ്പ് ഫേമോ ആണ് ഇത്തരം സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പൊതുവായ രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ അണ്ടർലൈൻ ചെയ്ത ആ ഒരു ഭാഗം പഠിക്കുക, പറ്റുമെങ്കിൽ ആ ഒരു ഡെഫിനിഷനും കൂടി പഠിച്ചാൽ നന്നായി. അപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റമാണ് നോക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അത് നോക്കുക കേട്ടോ. അതേപോലെ ടു ഓപ്പൺ അക്കൗണ്ട്സ് ആൻഡ് ഒബ്റ്റെയിൻ ദി ബാലൻസ്. സം അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ബാലൻസസ് ഒബ്റ്റെയിൻ ചെയ്യാനും സിംഗിൾ എൻട്രിയുടെ ഒരു ഒബ്ജക്റ്റീവാണ്, ലക്ഷ്യമായിട്ട് പറയാം. പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്, പിന്നെ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ. ഇത്രയുണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ട് എന്നറിയാൻ വേണ്ടി. അത് എന്തൊക്കെ കിട്ടാണ്ട്, എന്തൊക്കെ കൊടുക്കാണ്ട്, എന്തൊക്കെയാണ് അസറ്റ്, എന്തൊക്കെ ലയബിലിറ്റി, അതിനെല്ലാം ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയാം. അത് അസർട്ടൈൻ ചെയ്യാൻ. ഇതൊക്കെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിലൊരു ഡബിൾ എൻട്രി സിസ്റ്റം ഒന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ ഇതൊരു ഇൻകംപ്ലീറ്റ് ആണ്, ഇനാക്യുറേറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അൺസാറ്റിസ്ഫാക്ടറി ആണ് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ്റെ കംപ്ലീറ്റ് പിക്ചറൊന്നും ഇതിൽ കാണുന്നില്ല. എന്താണോ ഒരു ബിസിനസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആവശ്യമുള്ളത് അത് മാത്രമേ ട്രാൻസാക്ഷൻ എടുക്കുന്നുള്ളൂ. അതിൽ ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്ട്സ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ പേഴ്സണൽ അക്കൗണ്ട്സും ക്യാഷ് അക്കൗണ്ടും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല. റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട് പറയുമ്പോൾ അതർ എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് അല്ലെ അതർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒന്നും കാര്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. കാര്യമായിട്ട് ക്യാഷ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ട്സും മാത്രമാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Another system differs from firm to firm. It is an adjustment of double entry system according to convenience of the business. അതായത് ഒരു ഫേമിൽ നിന്ന് വേറെ ഫേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അവർക്ക് എങ്ങനെയാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ നമുക്ക് സിംഗിൾ എൻട്രി എന്ത് ചെയ്യാൻ പറ്റും. കാരണം അതിൽ സ്ട്രിക്റ്റ് റൂൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളതൊരു സ്മോൾ കൺസേൺസിനാണ്. അപ്പോൾ ഇതിനും പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഇതിൻ്റെ ലിമിറ്റേഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അഡ്വാൻറ്റേജ് പറയുന്നതാണ് സിമ്പിൾ മെത്തേഡാണ് എന്ന് പറയാം. പിന്നെ വളരെ കോസ്റ്റ്ലി ആൻഡ് ഇക്കണോമിക്കലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ സ്മോൾ എൻ്റർപ്രൈസിനാണ് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈലി എന്താണ്? ഫ്ലെക്സിബിളാണ്. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ് ആൻഡ് അൺസിസ്റ്റമാറ്റിക് ആണ്. കാരണം അത് സ്ട്രിക്റ്റ് റൂളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഓരോന്നിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണെന്നൊക്കെ പറയാം.
പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നില്ല, ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതായത് കൂട്ടലിലോ കുറക്കലോ വല്ല തെറ്റുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ നോമിനൽ അക്കൗണ്ട്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്, ഹെൻസ് ട്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാനോട്ട് ബി അസർട്ടൈൻഡ്. നോമിനൽ അക്കൗണ്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അതിലെ പ്രോഫിറ്റും ലോസും കറക്റ്റായിട്ട് അസർട്ടൈൻ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിൽ എല്ലാ അസറ്റ്സുകളും എല്ലാ ലയബിലിറ്റീസും ഒന്നും കീപ്പ് ചെയ്യുന്നില്ല, ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് കറക്റ്റായി പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല, ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റായിട്ട് അറിയാനും കഴിയില്ല. പിന്നെ ഇത് ലാർജ് കൺസേൺസിനൊന്നും സ്യൂട്ടബിൾ അല്ല. നേരത്തെ പറഞ്ഞു സ്മോൾ കൺസേൺസിന് മാത്രമേ സ്യൂട്ടബിൾ ആവുള്ളൂ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പോലുള്ള വലിയ കമ്പനികൾക്കൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടാക്സ് അടക്കാൻ ഇൻകം ടാക്സ് അതോറിറ്റി ആക്സെപ്റ്റ് ചെയ്യില്ല. ഒരു ബിസിനസ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്ത് അതിന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ ടാക്സ് അടക്കാൻ ഇൻകം ടാക്സിൽ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അത് ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് ആ ഒരു ഫയൽ വെച്ചിട്ട് നമുക്ക് ഇൻകം ടാക്സ് അടക്കാൻ കഴിയില്ല. അതിന് ഡബിൾ എൻട്രി ആയിട്ടുള്ള കറക്റ്റ് സ്ട്രിക്റ്റ് റൂൾ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മുകളിൽ മാത്രമേ ഇൻകം ടാക്സ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൽ വല്ല തെറ്റുകളോ വല്ല ഫ്രോഡുകളോ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണെന്നാണ് പറയണത്. പിന്നെ ബിസിനസ്സിൻ്റെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ എത്രയെന്നൊന്നും ബിസിനസ് വിൽക്കുമ്പോഴൊന്നും കണക്കാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വാല്യൂ കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയണത്. പിന്നെ ഗൂഡ്സിനോ അസറ്റിനോ വല്ല ലോസോ ഡാമേജോ വന്നതിന് അതിൻ്റെ ക്ലെയിം അസർട്ടൈൻ ചെയ്യാനും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് കൊണ്ട് പറ്റില്ല എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത്. കാരണം ഫീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സ്വന്തമായിട്ട് അഡ്വാൻറ്റേജും അതേപോലെ ലിമിറ്റേഷൻസും സ്വന്തമായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഫീച്ചേഴ്സ് പഠിക്കുക. ഇത് സിമ്പിളാണ്, പറഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. നിങ്ങൾ സ്ക്രീനിൽ 2 കോളം കാണുന്നുണ്ടാവും, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെയും ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെയും. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫസ്റ്റ് പറയുന്നത് 1 ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഡബിൾ എൻട്രിയിൽ അപ്പോൾ എന്താണ് 2 ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ സിംഗിൾ എൻട്രിയിൽ പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഡബിൾ എൻട്രിയിൽ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, അതിന് നോമിനൽ അക്കൗണ്ട് 3 അക്കൗണ്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സിംഗിൾ എൻട്രിയിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല, ഡബിൾ എൻട്രിയിൽ എന്ത് ചെയ്യാം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒന്നും കണ്ടെത്താനും അതിലെ കറക്റ്റ് പ്രോഫിറ്റും ലോസൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാനൊന്നും പോസിബിൾ അല്ല. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് പോസിബിളാണ്. അതേപോലെ കറക്റ്റ് എക്സാക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയേണ്ട ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും സിംഗിൾ എൻട്രിയിൽ പോസിബിൾ അല്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ കാണുന്ന ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം. സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ വളരെ കോസ്റ്റ് കുറവാണ്, എന്നാൽ ഡബിൾ എൻട്രി ചെയ്യാൻ എന്താണ് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ സ്മോൾ ആൻഡ് പെറ്റി എൻ്റർപ്രൈസസിനാണ് സ്യൂട്ടബിൾ. ഡബിൾ എൻട്രി എല്ലാ ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസസിനും എന്താണ് സ്യൂട്ടബിൾ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻകംപ്ലീറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അൺസാറ്റിസ്ഫാക്ടറി ആണ്. എന്നാൽ ഡബിൾ എൻട്രി എങ്ങനെയാണ് കംപ്ലീറ്റ് ആണ്, സയൻറ്റിഫിക് ആണ് ആൻഡ് സാറ്റിസ്ഫാക്ടറി ആണ്. പിന്നെ ഇതിൽ നോക്കാനുള്ള നെക്സ്റ്റ് ചെറിയ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി, അല്ലെങ്കിൽ പുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് കോസി സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ചെറിയൊരു മാറ്റങ്ങളേ ഉള്ളൂ, സിമ്പിളാണ്. പുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരു സബ്സിഡറി ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ അതിൽ പേഴ്സണൽ അക്കൗണ്ടായ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതർ സബ്സിഡറി ബുക്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കോസി സിംഗിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ചില സബ്സിഡറി ബുക്സും എന്ത് ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് വരുമ്പോഴും ഓരോ ഐറ്റംസ് കൂടി വരികയാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഒന്നാമത്തേലാണെങ്കിൽ ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തതിൽ ക്യാഷ് അക്കൗണ്ട് കൂടെ അതിൻ്റെ കൂടെ കൂടുന്നുണ്ട്, മൂന്നാമത്തതിൽ സബ്സിഡറി ബുക്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും ഓരോന്ന് എന്ത് ചെയ്യുന്നുണ്ട് കൂടി വരുന്നുണ്ട്, അതാണ് തമ്മിൽ വ്യത്യാസം. അപ്പോൾ അങ്ങനെ അത് ഉദ്ദേശിച്ചിട്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയറാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
ഓക്കെ, താങ്ക് യു.